ബിഗ് ബോസ് സീസൺ 7 മലയാളം ഡേ 41 സാറ്റർഡേ ലാലേട്ടൻ്റെ എപ്പിസോഡ്. സോ പ്രൊമോയിൽ എന്താ കാണിച്ചത് അത് കംപ്ലീറ്റ്ലി ലാലേട്ടൻ ഇവിടെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മിനെ നിർത്തി പൊരിച്ചിട്ടുണ്ട്. ലക്ഷ്മി ആൻഡ് മസ്താനി എന്താ പറയുക, ഒരു പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരു കോണ്ടസ്റ്റൻ്റ് ആണ് ലക്ഷ്മി. ഇപ്പോഴും ലാലേട്ടൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും മൂപ്പളേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കുന്നു. ഇത് കാണുന്ന ലക്ഷ്മിയുടെ കുട്ടികൾ, ഐ തിങ്ക് ഷീ ഹാവ് ഫേക്ക് ഇറ്റ്. അത് മൂപ്പരാളെ ഒരു എക്സാമ്പിൾ ആക്കി എടുത്ത് ലൈക്ക് ഇൻ കമ്മിങ് ഫ്യൂച്ചർ അല്ലെങ്കിൽ വരുന്ന ജനറേഷനിലോട്ട് ലക്ഷ്മി എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പോകുന്നത്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഐ റിയലി ലവ്ഡ് ദ വേ ലാലേട്ടൻ ഹാൻഡിൽ ടുഡേ. ഒരു രക്ഷയില്ല. ലാലേട്ടൻ വാസ് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു പവർ ഫുൾ. എന്താ പറയുക, നമ്മൾ എന്തോ വിചാരിച്ചത് അത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ, എസ്പെഷ്യലി ഓൺ ദാറ്റ് സ്പെസിഫിക് ആ ഒരു സാധനത്തിൽ, ലെസ്ബിയൻ കപ്പിൾസിൽ. മൂപ്പരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് മൂപ്പരാളെ എന്നൊരു പെർസ്പെക്റ്റീവിൽ ലക്ഷ്മി പറയണം. ഷീ ഡസ് നോട്ട് നീഡ് ടു ടോക്ക് ഫ്രം ഫോർ എവറി പീപ്പിൾ. അതായത് അക്ബറിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത ആളുകളായിട്ടാണ് അന്ന് ലക്ഷ്മി അവിടുന്ന് ഡയലോഗ് അടിച്ചത്, നോറയെ ആദിലിനെ. എന്നിട്ട് അത് അന്ന് ഒരൊറ്റ കോണ്ടസ്റ്റൻസ് അതിനെ പ്രതികരിച്ചിട്ടില്ല. വൺ റീസൺ ഇറ്റ് ക്യാൻ ബി, ആരും അത് റൈറ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല, ബിക്കോസ് ആ ഒരു ടാസ്ക് കാരണം. ബട്ട് ഒരാൾ പോലും അന്ന് അത് പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഫീൽ പിറ്റി ഓൺ ഓൾ ദ കോണ്ടസ്റ്റൻസ് ഓഫ് ദ ആവശ്യമില്ലാത്തതിനും കട്ടതിനും ചെറിയ ചെറിയ കാര്യം, മൈന്യൂട്ട് കാര്യത്തിന് അടികൂടുന്ന ഈ കോണ്ടസ്റ്റൻസ് അന്ന് ലക്ഷ്മിയുടെ ഈ ഒരു പിറ്റി സ്റ്റേറ്റ്മെന്റിൽ ആരും പ്രതികരിക്കാത്തത് ഐ ഫീൽ ഡിസപ്പോയിന്റഡ്. അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ബിഗ് ബോസ് സീസൺ 7 19+5 24 കോണ്ടസ്റ്റൻസ്, ബുദ്ധിയില്ലാത്ത 24 കോണ്ടസ്റ്റൻസ് ആണ് സീസൺ 7 കോണ്ടസ്റ്റൻസ് എന്ന് ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുന്നു. കഴിഞ്ഞൊരു 6 സീസണിലെ പോലല്ല. ഗെയിം എന്താണെന്ന് അറിയില്ല, മൈൻഡ് ഉപയോഗിക്കില്ല ഗെയിമിൽ. എവിടെ എന്ത് പറയുന്നു, എവിടെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാത്ത കുറെ ഒരു 24 കോണ്ടസ്റ്റൻസ് ഫോർ നത്തിങ്. ഓക്കെ, കേട്ടിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അവിടെ എന്താ നടന്നതെന്നുള്ളത്, ബട്ട് റിയാക്ട് ചെയ്യാത്ത ഒരുപാട് കോണ്ടസ്റ്റൻസ്. ഇറ്റ്സ് സോ ഡിസപ്പോയിന്റിങ്. അവിടെ എന്താ പറയുക, അവിടുത്തെ കോണ്ടസ്റ്റൻസ് റിയാക്ട് ചെയ്തിട്ടില്ല, ബട്ട് ഔട്ട്സൈഡ് ബിഗ് ബോസിലത്തെ വീട്ടിൽ നിന്ന് ഔട്ട്സൈഡ് എല്ലാവരും, ഓഡിയൻസ്, ദേ ഹാവ് റിയാക്റ്റഡ്. അതെനിക്ക് മനസ്സിലായി. ലാലേട്ടൻ്റെ ആ ഒരു വേ ഓഫ് സേയിങ് ദിസ് മെസ്സേജ് ഒരുപാട് ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. ലക്ഷ്മി വളരെ എന്താ പറയുക, ഇപ്പോഴും 1940s ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ മുന്നേയുള്ള കാലഘട്ടത്തിലാണ് ഇപ്പോഴും മൂപ്പരാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഫീൽ ബാഡ്. മൂപ്പരാൾ UK വർക്ക് ചെയ്യുന്നത്, എന്നിട്ടും ഇമാതിരി ബാക്ക്വേർഡ് മൈൻഡ് സെറ്റ്. ഒരു ബോസി ആയിട്ടില്ല, മാർക്കറ്റിംഗ് ഹെഡ് എന്നൊക്കെ പറയുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ഷീസ് ഇൻ ഹർ കരിയർ, ഹൗ ഷീസ് ആ ഹെഡ് ഒരു ടീമിനെ നയിക്കുക. ഐ ഡോണ്ട് നോ ഹൗ ഷീസ് ഹാൻഡ്ലിങ് ഹർ ടീം, ഹെർ കൊളീഗ്സ് ആൻഡ് ഓൾ. ഇത്രയും പുവർ മൈൻഡ് സെറ്റുള്ള ഒരു കോണ്ടസ്റ്റന്റ് ബിഗ് ബോസ് സീസൺസിൽ ഇതുവരെ വന്നിട്ടില്ല. ലക്ഷ്മി, യു ഡോണ്ട് ഡിസേർവ് ടു ബി അവിടെ നിൽക്കാൻ നിങ്ങൾ ഡിസേർവിങ് അല്ല. ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ്. യു ആർ നോട്ട് എ ബിഗ് ബോസ് മെറ്റീരിയൽ ആൻഡ് യു ആർ നോട്ട് എ ഹ്യൂമൻ ബീയിങ്ങിന് വാല്യൂ കാണിക്കാത്ത ഒരു പിറ്റി ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റന്റ് ആണ് ലക്ഷ്മി. പിന്നെ മസ്താനി, ഒന്നും പറയാനില്ല. ഈ ഒരു ടോപ്പിക്കിൽ ഇനി ഞാനൊന്നും പറയില്ല. കാരണം ഇവരെ പോലത്തെ ആൾക്കാർ ഇനിയും ലോകത്ത് എന്താ പറയുക, എന്ത് മെസ്സേജാണ് ലൈക്ക് നമ്മൾ വി ആർ 2025 കഴിഞ്ഞുകൊണ്ടിരിക്കും, 2026 പോകുന്നു. ടെക്നോളജിയിലോട്ട് വി ഹാവ് അഡ്വാൻസ്, വി ഹാവ് AI, ഒരുപാട് കാര്യത്തിലോട്ട് വി ഹാവ് അഡ്വാൻസ്. സ്റ്റിൽ ഇപ്പോൾ ഈ പഴയ ചിന്താഗതിയിലിരിക്കുന്ന ഇമാതിരി ആൾക്കാർ ഇനി ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഐ ഫീൽ പിറ്റി ആൻഡ് ഷെയിംഫുൾ. സോ ബാഡ്. ലക്ഷ്മി, ഇറങ്ങിപ്പോ, ഇപ്പം തന്നെ ഇറങ്ങിപ്പോണം വീട്ടിൽ നിന്ന് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പ്ലീസ് ഡോണ്ട്. എന്താ പറയുക, മൂപ്പരാൾ നിൽക്കും തോറും ഈ ഒരു ഷോൻ്റെ റേറ്റിംഗ് കുറയും. ഒരു ഇമേജ്, പുറത്തിലോട്ട് എന്ത് മെസ്സേജാണ് ലക്ഷ്മി പോലത്തെ ഒരു കോണ്ടസ്റ്റൻസ് കൊടുക്കുന്നത്? ഐ വാണ്ട് ടു ആസ്ക് ബിഗ് ബോസ് മാനേജ്മെന്റ്, ഇവരെ പോലത്തെ ആൾക്കാരെ ഇതിലോട്ട് വിളിക്കുമ്പോൾ എന്ത് ക്വാളിഫിക്കേഷനാണ് ബിഗ് ബോസ് ടീം വെക്കുന്നത്? ഇമാതിരി ആൾക്കാരെ ഉള്ളിലോട്ട് വിടുമ്പോൾ നിങ്ങൾ തന്നെയാണ് ലെസ്ബിയൻ കപ്പിൾസിനെ ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ഹൗ ക്യാൻ യു ബ്രിങ് ദിസ് കൈൻഡ് ഓഫ് പിറ്റി ആൻഡ്
ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് എനി വേർഡ്സ്, ദിസ് കൈൻഡ് ഓഫ് പിറ്റി ആയിട്ടുള്ള ലക്ഷ്മി എന്ന എന്താ പറയുക, എന്ത് ഹ്യൂമൻ ബീയിങ് ആണോ ലക്ഷ്മി? ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ മാറുന്നു. സോ ഇന്നത്തെ ലാലേട്ടൻ മെയിനായിട്ട് ഡിസ്കസ് അതായിരുന്നു. ഇപ്പോഴും മൂപ്പറുടെ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടില്ല. ഐ ഹോപ്പ് ഷീ സ്റ്റഡീസ് സംതിങ് ഫ്രം ദിസ്. മസ്താനി ഓൾസോ വളരെ പഴയ ചിന്താഗതി, വളരെ അത് പിറ്റി കോണ്ടസ്റ്റന്റ്, അത് ഷെയിംഫുൾ കോണ്ടസ്റ്റന്റ്, അതാണ് മസ്താനി. എനിക്ക് മസ്താനിനെ കുറിച്ചൊന്നും പറയാനില്ല. ഒറ്റ ചോദ്യം, ഹൗ മസ്താനി ഗോട്ട് entered into ബിഗ് ബോസ് സീസൺ 7? എന്ത് ക്വാളിഫിക്കേഷനാണ് മസ്താനിക്കുള്ളത് ലീവിങ്? അത് കഴിഞ്ഞു. ഇന്ന് മെയിനായിട്ട് ലാലേട്ടൻ ഡിസ്കസ് ചെയ്തത് ന്യൂദില ഫാക്ടറി, അവിടെ നടന്ന ഓരോ നല്ല രസകരമായുള്ള വിഷയങ്ങളും, യൂണിയൻ ലീഡറിന്റെ സമരങ്ങളും, അവരിൽ ചുക്കാൻ പിടിച്ച് ഒനിയൽ, അഭിലാഷ്, ഇറ്റ് വാസ് ടു ഗുഡ്. ലാലേട്ടൻ റിയലി അപ്രീഷിയേറ്റഡ്. ആദ്യം അക്ബറിന്റെ ആ ഒരു തോട്ട് മൈൻഡിനെ ലാലേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്തു. നൂറ ഓൾസോ പ്ലേഡ് വെൽ. ഐ ഫെൽറ്റ് കോയിൻസ് വാസ് നോട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതിപ്പോൾ ആദിലായി കഴിഞ്ഞാലും ഷാനവാസ് ആയി കഴിഞ്ഞാലും ഈവൻ ഓൺ ദ ഫസ്റ്റിലെ നൂറ് ആയി കഴിഞ്ഞാലും മൈൻഡ് സെറ്റ് ഉപയോഗിക്കാണ്ടാണ് സ്റ്റിൽ ദേ ഹാവ് പ്ലേഡ് നൂദില ഫാക്ടറി. സോ അത് നൂദില കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സർക്കസ്, ഇറ്റ് വാസ് ടു ഫൺ. പിന്നെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താ പറയുക, അനീഷിൻ്റെ ഹി വോണ്ട് ലെറ്റ് എനി വൺ ടു ഹിസ് ലൈഫ് എന്ന അതിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ്. ഷാനവാസ് ജിസ് ടൈം പാസ് ആയിരുന്നു. അതർ ദാൻ എവിക്ഷൻ ഒന്നും ഈ ഒരു വീക്കിൽ ഈ ഒരു ഡേയിൽ നടന്നിട്ടില്ല. ഐ തിങ്ക് ടുമാറോ ഐ വാസ് എക്സ്പെക്ടിങ് വൺ മെമ്പർ ടു ബി എലിമിനേറ്റഡ് ദിസ് ഡേ, ഇന്ന്, വൺ മോർ ടുമാറോ. അതായത് 2 ആൾക്കാർ ഈ വീക്കിൽ എലിമിനേറ്റ് ആവുന്നതാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അത് നടന്നിട്ടില്ല. ഒരുപാട് ആൾക്കാരില്ല പോലെ തോന്നുന്നു. വി ആർ ഓൾറെഡി ഇൻ ഡേ 41. ഒരുപാട് ആൾക്കാർ, വീട് ഇപ്പം നല്ല കുത്തി നിറച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഡിസേർവിങ് അല്ലാത്ത ഒരുപാട് ആൾക്കാർ. സാബുമാൻ എന്ന പോലത്തെ ആള് ബേബി ബോസിലോട്ട് വരേണ്ട ഒരു ആവശ്യമല്ല. എന്താ പറയുക, സാബുമാൻ, അതുപോലെ തന്നെ സാബുമോനെ ഇന്ന് തന്നെ എവിക്റ്റ് ആക്കാമായിരുന്നു ലാലേട്ടൻ. ഐ ഡോണ്ട് നോ വൈ ഹി ഈസ് സ്റ്റാൻഡിങ് ദർ. വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ, വാട്ട് സാബുമാൻ വിൽ ഗീവ്. ബട്ട് സാബുമാനത്തെ പോലത്തെ ആൾക്കാരൊന്നും ബേബി ഹൗസിൽ വരേണ്ട ഒരു ആവശ്യമേ ഇല്ല. എന്തിനാണ് സാബുമാൻ? സോ നാളെ ഒരു എലിമിനേഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ടുവേർഡ്സ് ദ എൻഡ് നത്തിങ് ഹാപ്പൻഡ് ടുഡേ. എലിമിനേഷൻ്റെ ഒരു 1 എലിമിനേഷൻ നാളെ ഐ ആം എക്സ്പെക്ടിങ്. വിൽ സി ടുമാറോ. ഡേ 42 നാളാണ് ലാലേട്ടൻ്റെ സൺഡേ എപ്പിസോഡിന് പ്രൊമോ ഇപ്പോൾ വരും. വിൽ സി വാട്ട് വിൽ ഹാപ്പൻ. ഐ തിങ്ക് ഒനിയൽ, ലക്ഷ്മി നാളെ പിന്നെയും എയറിലാണ്. ലക്ഷ്മിനെ പോലത്തെ ഒരാളെ കുറിച്ചിട്ട് എനിക്ക് ഇനി ഇതിലൊന്നും പറയാനില്ല. പറയും തോറും വെറുപ്പും, എന്താണ്, പിറ്റി ആൻഡ് എന്താ പറയുക ഒരു ഹ്യൂമനായിട്ട് ഐ ഡോണ്ട് കൺസിഡർ ഹെർ. I am not going to vote for her in this entire season. I don't think she will stay more than 2 weeks from now. മൂപ്പരാൾ ഇനി 2 ആഴ്ചയുടെ മേലോട് നിൽക്കുകയാണെങ്കിൽ ഐ ഫീൽ പിറ്റി ഓൺ ഓൾ ദി ഓഡിയൻസസ് മൂപ്പരാൾക്ക് വോട്ട് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. പോയി വരാം. നാളെ കാണാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.